Build a website you love. The atmosphere here is absolutely electric. What a massive moment for the start of this T20 World Cup clash. പാകിസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തത് അവരുടെ ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്. ഈ ഇനിഷ്യൽ ഓവേഴ്സ് മത്സരഫലത്തെ സാരമായി ബാധിക്കും.
സത്യമാണ്. ആദ്യ പന്ത് എറിയാൻ തയ്യാറെടുക്കുന്നു. ദിസ് ഫസ്റ്റ് പാസേജ് ഓഫ് പ്ലേ ഈസ് ആബ്സല്യൂട്ട്ലി ക്രൂഷ്യൽ. പുതിയ പന്ത് ഉപയോഗിച്ച് കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റിയിൽ കൃത്യത The starting teams are India and Pak, which likely stands for India and Pakistan. ഈ നിർണായക മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. A crucial off-to-ball decision against India. മുഷ്കിൽ ഹെ പവർ പ്ലേയിൽ അതിജീവിക്കാൻ. ഈ നിർണായക ഘട്ടത്തിൽ ഇരു ടീമുകളും വലിയ സമ്മർദ്ദത്തിലാണ്. വേൾഡ് കപ്പ് പ്രഷർ ബ്രിങ്സ് യുണീക് ചാലഞ്ചസ്. ബേമിസാൽ ടക്കർ की उम्मीद है. ആക്കി പട്ടേൽ പറഞ്ഞ പോലെ ദിസ് ഇസ് ഓൾ അബൌട്ട് ഹാൻഡ്ലിംഗ് ദ ഹൈ പ്രഷർ എൻവയൺമെൻറ്റ് ഓഫ് എ വേൾഡ് കപ്പ്. ഷഡാബ് ഖാന്റെ തിരിച്ചുവരവും റിതം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും പാക് ബൗളിങ്ങിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണം. ഇറ്റ് ട്രൂലി ഈസ് അബൌട്ട് കൺട്രോളിംഗ് ദ വേരിയബിൾസ് ആൻഡ് എൻജോയിങ് ദ പ്രോസസ് ടുഡേ.
സ്റ്റേഡിയത്തിൽ വലിയ ആവേശം. ആരാധകർ കാത്തിരുന്ന പോരാട്ടം തുടങ്ങുന്നു. The atmosphere is absolutely electric as the first ball is about to be bowled. This opening passage of play will be crucial for both teams. സത്യമാണ്. ദ നാഷണൽ ആന്തംസ് ഓൾവേസ് എലിവേറ്റ് ദ ടെൻഷൻ ഇൻ സച്ച് എ ഹൈ സ്റ്റേക്സ് എൻകൗണ്ടർ. ഈ നിമിഷം കഴിഞ്ഞാൽ പിന്നെ കളിക്കളത്തിലെ തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. പാകിസ്ഥാൻ ഓപ്റ്റിംഗ് ടു ബോൾ ഫസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദ പ്ലാൻ ടു യൂട്ടിലൈസ് ദി ഏർലി കണ്ടീഷൻസ്. സോ ദി ഇന്ത്യൻ ഓപ്പണേഴ്സ് മസ്റ്റ് നാവിഗേറ്റ് ദ കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി വെരി കെയർഫുള്ളി ഇൻ ദി ഇനീഷ്യൽ ഓവേഴ്സ്. കളി തുടങ്ങുന്നു. ആദ്യ പന്ത്. വാട്ട് ആൻ ഇലക്ട്രിഫൈങ് സ്റ്റാർട്ട് ടു ദിസ് മാസീവ് എൻകൗണ്ടർ. ആരാധകരുടെ ആവേശം വാനോളം ഉയർന്നിരിക്കുന്നു. ദ ബോളർ ഇസ് ചാർജ്ഡ് അപ്പ് ആൻഡ് ലുക്കിംഗ് ഫോർ ആൻ ഏർലി ബ്രേക്ക് ത്രൂ.
anthems have finished. Match is about to start now. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമാണ് ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ദിസ് ഓപ്പണിംഗ് കോമ്പിനേഷൻ നീഡ്സ് ടു സെറ്റ് എ സോളിഡ് ഫൗണ്ടേഷൻ, എസ്പെഷ്യലി അഗൈൻസ്റ്റ് ദ പോട്ടന്റ് ന്യൂ ബോൾ അറ്റാക്ക് ഓഫ് പാകിസ്ഥാൻ. ആദ്യ ഓവറുകളിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ സ്ട്രൈക്ക് റൊട്ടേഷൻ നിലനിർത്തുക എന്നത് ഇന്ത്യയ്ക്ക് വളരെ നിർണായകമാകും. മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ പന്ത് എറിയാൻ പോകുന്നു. ദി അറ്റ്മോസ്ഫിയർ ഇസ് ആബ്സല്യൂട്ട്ലി ഇലക്ട്രിക് ആസ് വി ബിഗിൻ ദിസ് ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ക്ലാഷ്. ഇത് തന്നെയാണ് ഇത്തരം മഹാപോരാട്ടങ്ങളുടെ പ്രത്യേകത. എക്സാക്ട്ലി, ദ പ്ലേയേഴ്സ് ആർ വാക്കിംഗ് ഔട്ട് നൗ. പാകിസ്ഥാൻ ബൗളിംഗ് തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ആദ്യ പവർ പ്ലേയിൽ ഇന്ത്യൻ ഓപ്പണർമാർ എത്രത്തോളം ശ്രദ്ധയോടെ കളിക്കുന്നു എന്നത് നിർണായകമാണ്. ദേ നീഡ് ടു കൗണ്ടർ ദ സ്വിംഗ് ആൻഡ് സീം മൂവ്മെന്റ് ഇഫക്റ്റീവ്ലി ആൻഡ് എൻഷ്യൂർ ക്രൂഷ്യൽ സ്ട്രൈക്ക് റൊട്ടേഷൻ ടു ബിൽഡ് ഏർലി മൊമെന്റം.
Oh, what a massive breakthrough for Pakistan in the very first over. Opener ഇഷാൻ കിഷനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഇത് ടീമിന് വലിയ സമ്മർദ്ദമുണ്ടാക്കും. It's actually Abhishek Sharma's wicket lost. Abhishek Sharma ആണ് ഔട്ട് ആയിരിക്കുന്നത്. സത്യമാണ്. ദിസ് ഈസ് എ ഡിസാസ്ട്രസ് സ്റ്റാർട്ട് ഫോർ ഇന്ത്യ. 2 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. സോ ദ ന്യൂ ബാറ്റ്സ്മാൻ മസ്റ്റ് ആബ്സല്യൂട്ട്ലി ഫോക്കസ് ഓൺ സർവൈവൽ റൈറ്റ് നൗ. സ്ട്രൈക്ക് റൊട്ടേഷൻ ആണ് ഇപ്പോൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അതർവൈസ് പാകിസ്ഥാൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ദ പവർ പ്ലേ. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത്. 1 വിക്കറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ ഇപ്പോൾ. Exactly. Abhishek Sharma's wicket is a huge blow this early. Scoreboard കാണിക്കുന്നത് പോലെ 1-1 എന്ന നിലയിൽ ഇന്ത്യ വളരെ This is a critical juncture. The psychological pressure on the new batsman is immense right now. ഈ ഘട്ടത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. Otherwise, they could collapse completely. The pressure is mounting for India. 1-1 after the first over is a terrible start. ഈ ഘട്ടത്തിൽ ക്രീസിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. They must try to navigate the corridor of uncertainty and focus on careful strike rotation. എക്സാക്ട്ലി. ഇഷാൻ കിഷന്റെ ഈ ബാറ്റിംഗ് അപ്രോച്ച് വളരെ ശ്രദ്ധേയമാണ്. 1 വിക്കറ്റ് വീണതിന് ശേഷവും അനാവശ്യമായ പ്രതിരോധത്തിനല്ല, മറിച്ച് അഗ്രസീവായ ഷോട്ടുകൾ കളിക്കാനാണ് താരം ശ്രമിക്കുന്നത്. ദിസ് കാൽക്കുലേറ്റഡ് റിസ്ക് ഇൻ ദ പവർ പ്ലേ, എസ്പെഷ്യലി ടാർഗറ്റിംഗ് ദ മെയിൻ ബോളർ, കുഡ് റിയലി ഡിക്റ്റേറ്റ് ദ ടെമ്പോ ഓഫ് ദി എൻറ്റയർ ഇന്നിംഗ്സ് ഫോർ ഇന്ത്യ. ഷാഹിൻ അഫ്രീദിയുടെ വേഗതയേറിയൊരു ഡെലിവറി കൃത്യം കോറിഡോർ ഓഫ് അൺസർട്ടൻറ്റിയിൽ. തിലക് വർമ്മ ഹാസ് ഷോൺ ഗ്രേറ്റ് കമ്പോഷർ ഹിയർ, ജസ്റ്റ് ബ്ലോക്കിംഗ് ഇറ്റ് ബാക്ക് ടു ദ ബോളർ ആൻഡ് റെസ്പെക്ടിംഗ് ദ ഏർലി മൂവ്മെന്റ്.
സത്യമാണ്. വാട്ട് എ വേ ടു ഫിനിഷ് ദി ഓവർ. ആ 4 റൺസ് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. ആൻഡ് ദാറ്റ് ബൗണ്ടറി വിൽ സർട്ടൻലി റിലീസ് സം ഓഫ് ദി ഏർലി പ്രഷർ ഇന്ത്യ വാസ് ഫേസിംഗ്. ഓവറിൽ 16 റൺസ്, 1 വിക്കറ്റ് നഷ്ടത്തിൽ. പവർ പ്ലേയിലെ ഈ തുടക്കം സന്തുലിതമാണ്. ബട്ട് ദ ക്രൂഷ്യൽ ആസ്പെക്ട് ഇസ് സ്മാർട്ട് സ്ട്രൈക്ക് റൊട്ടേഷൻ റൈറ്റ് നൗ. 1 വിക്കറ്റ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടുത്ത ഓവറുകളിൽ സ്കോർ ബോർഡ് ചലിപ്പിക്കുകയും അതോടൊപ്പം ഇന്നിംഗ്സ് ഉറപ്പിക്കുകയും വേണം. ഇഷാൻ കിഷൻ 6 പന്തിൽ 16 റൺസ് എടുത്താണ് ബാറ്റ് ചെയ്തത്. ഇഷാൻ കിഷൻ is showing superb intent here. ഈ ഘട്ടത്തിൽ ഇത്തരം അഗ്രസീവ് ബാറ്റിംഗ് പവർ പ്ലേയിൽ ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ദാറ്റ് ബൗണ്ടറി റിയലി ഇൻജെക്ട്സ് മൊമെന്റം ഇൻ ടു ദി ഇന്നിംഗ്സ്. അടുത്ത പന്ത് ഇഷാൻ കിഷൻ is magnificent. എന്തൊരു ഷോട്ടാണ്. Sits down on a knee and absolutely smashes that slog sweep for 4. This is exactly the aggression India needs in the power play, and the run rate is climbing quickly now. ഓവർ 22 റൺ, 1 വിക്കറ്റ് നഷ്ടത്തിൽ. What an aggressive start by Ishan Kishan. ആകെ അനായാസം നേരിടുന്നു. This time hitting a superb boundary through the covers. കൃത്യമായ ടൈമിംഗ് ആയിരുന്നു ആ ഷോട്ടിന്. 4 ഓവർ 23 റൺസ്, 1 വിക്കറ്റ് നഷ്ടം. ഒരു വിക്കറ്റ് നഷ്ടം. 24, 1 വിക്കറ്റ് നഷ്ടത്തിൽ 12.5 ഓവർ. ഇന്ത്യയുടെ തുടക്കം മികച്ചതാണ്. ബട്ട് ദി ഏർലി വിക്കറ്റ് ഓഫ് അഭിനവ് ശർമ്മ ഇസ് എ സ്ലൈറ്റ് സെറ്റ് ബാക്ക്. ഇപ്പോൾ തിലക് വർമ്മ ക്രീസിൽ എത്തിയിരിക്കുന്നു. സോ ദ ഫോക്കസ് വിൽ ബി ഓൺ സ്ട്രൈക്ക് റൊട്ടേഷൻ ആൻഡ് സ്റ്റെബിലൈസിംഗ് ദി ഇന്നിംഗ്സ്, മെയിൻറ്റെയിനിങ് ദിസ് മൊമെന്റം. എക്സാക്ട്ലി, അഭിനവ് ശർമ്മ തന്നെയാണ് ഔട്ടായത്. തിലക് വർമ്മ ഇപ്പോൾ ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡിംഗ് ഈസ് ക്രൂഷ്യൽ റൈറ്റ് നൗ. പാകിസ്ഥാൻ ഈ അവസരം മുതലെടുത്ത് ഇന്ത്യയെ പ്രഷറിലാക്കാൻ ശ്രമിക്കും. ഓവർ പൂർത്തിയായിരിക്കുന്നു. ഇന്ത്യ 25/1. ആഘ ബോൾഡ് ടൈറ്റ് സ്പെൽ, പിക്കിംഗ് അപ്പ് ദാറ്റ് ക്രൂഷ്യൽ ഏർലി വിക്കറ്റ് ഓഫ് അഭിനവ് ശർമ്മ. ഇഷാൻ കിഷനും തിലക് വർമ്മയും ഇപ്പോൾ ക്രീസിൽ ഉറച്ചു നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വിച്ച് ഈസ് വൈറ്റൽ ഇൻ ദിസ് പവർ പ്ലേ. നിലവിലെ റൺ റേറ്റ് മികച്ചതാണ്. എങ്കിലും 1 വിക്കറ്റ് പോയ സ്ഥിതിക്ക് ഇഷാനും തിലകും ഇവിടുന്ന് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദ മിഡിൽ ഓവർ സ്ട്രാറ്റജി വിൽ ബി. സ്റ്റാറ്റിസ്റ്റിക്സിൽ വ്യൂവർഷിപ്പ് കാണാനില്ല. വി ആർ ഫോക്കസ്ഡ് ഓൺ ദ മാച്ച് സിറ്റുവേഷൻ.
ഇപ്പോൾ ഒരു സ്പിൻ ബൗളർ വന്നിരിക്കുന്നു. ദിസ് കുഡ് ചേഞ്ച് ദ ഡൈനാമിക്സ് ഓഫ് ദ പവർ പ്ലേ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സായി മയു പുതിയ ബൗളിംഗ് സ്പെൽ ആരംഭിച്ചിരിക്കുന്നു. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടാക്ടിക്കൽ മൂവ് ബൈ പാകിസ്ഥാൻ. ഈ ഘട്ടത്തിൽ ഒരു സ്പിന്നറെ കൊണ്ടുവന്നത് ഇന്ത്യയുടെ സ്ട്രൈക്ക് റൊട്ടേഷനെ ബാധിച്ചേക്കാം. ദ ബാറ്റ്സ്മാൻ നീഡ് ടു ബി കോഷ്യസ് ആൻഡ് നോട്ട് ടേക്ക് അൺനെസസറി റിസ്ക്സ്. 13.2 ഓവറിൽ 25 റൺസ് ഒരു വിക്കറ്റ്. Current run rate is 7.50 and they are finding it difficult to score freely against the spin attack. Power play അവസാനിക്കാറായ സ്ഥിതിക്ക് strike rotation is key for India to build a competitive total. ഒരു ബൗണ്ടറി അടിച്ചിരിക്കുന്നു. ആ ഷോട്ട് ഒരു മികച്ച ബൗണ്ടറി ആയിരുന്നു. വാട്ട് എ വേ ടു റെസ്പോണ്ട് റൈറ്റ് ആഫ്റ്റർ ദ വിക്കറ്റ്. ദ പുവർ ഡെലിവറി വാസ് ക്വിക്ക്ലി ഡിസ്പാച്ച്ഡ് ബൈ കിഷൻ. കിഷന്റെ ബാറ്റിൽ നിന്ന് വന്ന ആ പുൾ ഷോട്ട് ടീമിന് വലിയ ഊർജം നൽകുന്നു. 14 ഓവർ പൂർത്തിയായിരിക്കുന്നു. 30 റൺ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. 14 ഓവറുകൾക്ക് ശേഷം 30 റൺ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. ഓ ഡിയർ, ആ റൺ ഔട്ട് ചെക്ക് ഒരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചല്ലോ. That chaotic moment where Kishan hit the ball straight to his partner could have been disastrous. ഓവറിൽ 30 റൺ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. നാല് ഓവറുകൾ പൂർത്തിയായി. സ്കോർ 30/1. 4 ഓവറുകൾ പൂർത്തിയായി. സ്കോർ 30/1. പവർ പ്ലേ അവസാനിച്ചു. സോ ദിസ് ഇസ് എ ക്രൂഷ്യൽ ജങ്ക്ചർ ഫോർ ഇന്ത്യ. ഈ ഘട്ടത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ സ്ട്രൈക്ക് റൊട്ടേഷൻ നിലനിർത്തുക എന്നത് പ്രധാനമാണ്. ടീം ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് കടക്കും. എൻഷുറിംഗ് ദേ ഡോണ്ട് ലൂസ് എനി മോർ വിക്കറ്റ്സ് ഇൻ ദ മിഡിൽ ഓവേഴ്സ് ഇസ് കീ. റൺ റേറ്റ് ഇപ്പോഴും ഭേദപ്പെട്ട നിലയിലാണ്, ബട്ട് ദേ മസ്റ്റ് മെയിൻറ്റെയിൻ ദിസ് മൊമെൻറ്റം. സ്പിൻ കണ്ടിന്യൂ ചെയ്യുന്നു. 6. പവർ പ്ലേ അവസാനിച്ചു. ഇനി സ്പിൻ ബൗളർമാർ വരും. ഈ ഘട്ടത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫോക്കസിംഗ് ഓൺ കെയർഫുൾ സ്ട്രൈക്ക് റൊട്ടേഷൻ ഇസ് കീ.
പാകിസ്ഥാൻ ഇനി സ്പിൻ ബൗളർമാരെ ഉപയോഗിച്ച് മധ്യ ഓവറുകളിൽ കളി നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇന്ത്യ നീഡ്സ് ടു ബിൽഡ് എ സോളിഡ് പാർട്ട്ണർഷിപ്പ് ഹിയർ ആൻഡ് ഫോക്കസ് ഓൺ സ്ട്രൈക്ക് റൊട്ടേഷൻ ടു കീപ് ദ സ്കോർ ബോർഡ് മൂവിംഗ്. 14.2 ഓവറിൽ 36 റണ്ണ്, ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടു. സ്കോർ ബോർഡ് മികച്ച നിലയിലാണ്. ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 36 റൺസ്. മെയിൻറ്റെയിനിങ് ദിസ് റൺ റേറ്റ് വൈൽ പ്രിസർവിംഗ് വിക്കറ്റ്സ് വിൽ ബി ദ കീ സ്ട്രാറ്റജി ഫോർ ഇന്ത്യ ഇൻ ദ മിഡിൽ ഓവേഴ്സ്. This partnership is now building a good momentum. അടുത്ത ഓവറുകളിലും ഇതേ താളം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. They need to ensure they don't lose any wickets during this consolidation phase. The current score is India 41-1 after 5.0 overs. The projected score based on the current run rate is 164. After 5.1 overs, India's score is 42-1, with a current run rate of 8.13. The projected score for 20 overs is 162. അഞ്ച് പുള്ളി 2 ഓവറുകൾ മുടിവിൽ ഇന്ത്യ 43 റൺകൾ ഒരു വിക്കറ്റ് ഇഴപ്പിற்கு சேர்த்துள்ளது. അടുത്ത പന്ത് പറ്റിയ തകവൽ പടത്തിൽ இல்லை. The score remains the same. India 43-1 after 5.2 overs. The details of the next ball are not provided. അഞ്ച് പുള്ളി 4 ഓവറിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 47 റൺസ് എടുത്തിട്ടുണ്ട്.
5.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 48 റൺസ് നേടിയിട്ടുണ്ട്. The score is still 48 for 1 after 5.5 overs, with a current run rate of 8.23. The projected score for 20 overs is 164. That's a fantastic power play for India. 52 for 1. Ishan Kishan looks in sublime form. ഈ partnership അവരുടെ ഇന്നിംഗ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. Maintaining an 8.67 run rate early on sets a perfect platform for the middle order. It's the first drinks break now after 16 overs. A crucial tactical pause for Pakistan. Power playയിൽ ഇന്ത്യയുടെ ആധിപത്യം നമ്മൾ കണ്ടതാണ്. So they need to rethink their strategy here. ഈ കിഷാൻ വർമ്മ കൂട്ടുകെട്ട് തകർക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് സാധിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ crickettv.online.com സന്ദർശിക്കുക. Absolutely. Support is key. ഈ ബ്രേക്ക് സമയത്ത് പാകിസ്ഥാൻ തീർച്ചയായും അവരുടെ ബോളിംഗ് അറ്റാക്കിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. They need to break this partnership urgently to stem the flow of runs. 32 റണ്ണ് ഇന്ന് മഴ പ്രവചിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു നല്ല സ്കോർ വേണം. ചിലപ്പോൾ ഡക്വർത്ത് ലൂയിസ് ആണ് പോകുന്നതെങ്കിൽ പ്രശ്നമാവും. സത്യമാണ്, മഴ പ്രവചനം കളിയുടെ ഗതിയെ സാരമായി സ്വാധീനിക്കും. The Duckworth-Lewis calculation becomes a critical factor if rain interrupts play. So India needs to accelerate their scoring rate to be in a commanding position. ബ്രേക്ക് കഴിഞ്ഞു. 17ാമത്തെ ഓവർ ആരംഭിക്കാൻ പോകും. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം കളി പുനരാരംഭിക്കുന്നു. ഇത് വളരെ നിർണായകമായൊരു ഘട്ടമാണ്. The introduction of a spin bowler now is a key strategic move by Pakistan to control the run flow. ആദ്യ പന്തിൽ ബൗണ്ടറി അടിച്ചിരിക്കുന്നു. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷമുള്ള ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ചിരിക്കുന്നു. What a brilliant start after the break. Drinks breakന് ശേഷം തന്നെ ഇഷാൻ കിഷാന്റെ ബാറ്റിൽ നിന്ന് ഒരു ബൗണ്ടറി. This shows his aggressive intent and India is perfectly maintaining the momentum. ബൗണ്ടറി 16.2 ഓവറിൽ 60 റൺസ്. തുടർച്ചയായ 2 ബൗണ്ടറികൾ നേടിയിരിക്കുന്നു ചാൻസ്.
തുടർച്ചയായ ബൗണ്ടറികൾ നേടുന്നു ഇഷാൻ കിഷൻ. 54-ലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു ഇഷാൻ കിഷന്റെ സ്കോർ. 3 ബൗണ്ടറികൾ തുടരെ നേടിയിരിക്കുന്നു ഇഷാൻ കിഷൻ. എക്സാക്ട്ലി, ഇഷാൻ കിഷൻ ഒരു അതിവേഗ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. വാട്ട് എ ബ്രില്യൻറ്റ് ഡിസ്പ്ലേ ഓഫ് അഗ്രസീവ് ബാറ്റിംഗ്. 3 consecutive boundaries really highlight his superb form. ഡ്രിങ്ക്സ് ബ്രേക്കിൻ സമയത്ത് മെസ്സേജ് കറക്റ്റുമായി പാസ് ചെയ്തിരിക്കുന്നു. റൺ റേറ്റ് ഉയർത്തേണ്ട ആവശ്യകത. സത്യം, ഈ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ ശക്തമാണ്. They need to capitalize on this momentum. ഓവറിലെ 4ാമത്തെ പന്തൊരു ഡോട്ട് ബോൾ ആയിരുന്നു, ബട്ട് ദ കറന്റ് റൺ റേറ്റ് ഇസ് സ്റ്റിൽ ക്വൈറ്റ് ഇംപ്രസീവ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ത്യക്കിത് മികച്ച തുടക്കമാണ്. റൺ റേറ്റ് 9.29-ൽ നിൽക്കുന്നു. Maintaining this momentum through sharp strike rotation will be the key strategy for India in the middle overs. സാധാരണ നമ്മൾ cricket.tv.online.com ചാനലിലാണ് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാറ്. ഇന്ന് ബ്ലാക്ക് ഡേയ്സിൽ ചെയ്യുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പ്രമാണിച്ചു. That's a great point. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം എപ്പോഴും ഒരു വലിയ സംഭവമാണ്. The excitement for a match of this magnitude is huge, regardless of the platform, and both teams will be feeling that pressure today. 18ാമത്തെ ഓവർ സ്പിൻ ബോളറാണ് വരാൻ പോകുന്നത്. അതെ, 18ാമത്തെ ഓവറിൽ സ്പിന്നറെ കൊണ്ടുവരുന്നത് ഒരു വലിയ ടാക്ടിക്കൽ ഗാമ്പിളാണ്. ഈ ഘട്ടത്തിൽ വിക്കറ്റ് നേടാനും റൺ ഫ്ലോ കുറയ്ക്കാനും സ്പിന്നിന് സാധിക്കും, എസ്പെഷ്യലി ഇഫ് ദ പിച്ച് ഹാസ് സംതിങ് ടു ഓഫർ. ഷദാബ് ഖാന്റെ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സിംഗിൾ എടുത്തിരിക്കുന്നത് സ്മാർട്ട് ബാറ്റിംഗ് ആണ്. ഇത് വിക്കറ്റ് വീഴാനുള്ള സാധ്യത കുറയ്ക്കുന്നു, വൈൽ കീപ്പിംഗ് ദ സ്കോർ ബോർഡ് ടിക്കിംഗ്. ഈ ഘട്ടത്തിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ വളരെ പ്രധാനമാണ്. വീണ്ടും ഒരു 6 അടിച്ചിരിക്കുന്നു. 73 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടം. That is a massive hit. Ishan Kishan is absolutely dominating here. E6 scoreboardil വലിയൊരു impact ഉണ്ടാക്കും. The intent is clear. He is looking to maximize the advantage and accelerate the scoring rate. ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എത്രയായിരിക്കും ഇന്ത്യയുടെ സ്കോർ? സത്യമാണ്, ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ റൺ റേറ്റ് 10 കടന്നു. ഇത് മികച്ച പൊസിഷനാണ്. They are setting a fantastic platform for the death overs. So the key will be strike rotation now to maintain this momentum. for 1 in 17.4 overs. Excellent running between the wickets. Excellent running between the wickets. ഡബിളുകളും വളരെ പ്രധാനമാണ്. They are crucial for maintaining the required run rate and building.
81 for 1 after 17.5 overs. A single to complete the over. Scoreboard വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്ത്യ വളരെ ശക്തമായ നിലയിലാണ്. This aggressive approach is paying dividends, constantly maintaining the pressure on the opposition. ഈ റിവേഴ്സ് സ്വീപ്പ് കാണിക്കുന്നത് ബാറ്റ്സ്മാന്റെ ആത്മവിശ്വാസമാണ്. സച്ച് ഇന്നോവേറ്റീവ് ഷോട്ട്സ് ആർ വൈറ്റൽ ഫോർ മെയിൻറ്റെയിനിങ് ദ റൺ റേറ്റ് അബവ് 10, വിച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ റീച്ചിങ് ദ പ്രൊജക്റ്റഡ് ഫോർമിഡബിൾ ടോട്ടൽ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇന്ത്യ എത്ര റൺസ് എടുക്കും? ഇന്ത്യ വളരെ ശക്തമായ നിലയിലാണ്. നിലവിലെ പ്രൊജക്റ്റഡ് സ്കോറുകൾ അനുസരിച്ച് 200+ ടോട്ടൽ അവർക്ക് നേടാൻ സാധിക്കും. ദേ ആർ പെർഫെക്റ്റ്ലി പൊസിഷൻ ടു ക്യാപിറ്റലൈസ് ഇൻ ദ റിമൈനിങ് ഓവേഴ്സ് ആൻഡ് സെറ്റ് എ ഫോർമിഡബിൾ ടാർഗറ്റ്. For 1. Very good. Oh, that's a worrying sign. The batter is injured. ബാറ്റ്സ്മാന് പരിക്ക് പറ്റിയത് ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിനൊരു ചെറിയ തിരിച്ചടിയാണ്. This break could disrupt the fantastic momentum they've built, and the team management needs a clear strategy. ഇഷാൻ കിഷനാണ് പരിക്കേറ്റത്. ഇത് ഇന്ത്യക്ക് വലിയ ആശങ്കയാണ്. ഹി ഹാസ് ബീൻ ഫിനോമിനൽ ടുഡേ ആൻഡ് ഹിസ് വിക്കറ്റ് അറ്റ് ദിസ് സ്റ്റേജ് വുഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ പ്രൊജക്റ്റഡ് സ്കോർ ആൻഡ് ഡിസ്റപ്റ്റ് ദെയർ സ്ട്രാറ്റജി. എട്ട് ഓവറുകൾ പൂർത്തിയായി. ഇന്ത്യ 82-ന് 1 എന്ന ശക്തമായ നിലയിലാണ്. ദിസ് ഈസ് എ ബ്രില്യൻറ്റ് റൺ റേറ്റ് ഓഫ് 10.25. ഈ ഇഞ്ചുറി ബ്രേക്ക് ടീമിന്റെ മൊമെന്റത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എസ്പെഷ്യലി ഹെഡിംഗ് ഇൻ ടു ദ ക്രൂഷ്യൽ മിഡിൽ ഓവേഴ്സ്. ഓവറിൽ 17 എട്ടാമത്തെ ഓവറിൽ 17 റണ്ണാണ് ശക്തി നേടിയത്. എട്ട് ഓവറുകൾ പൂർത്തിയായി. ഇന്ത്യ 82-ന് 1 എന്ന ശക്തമായ നിലയിലാണ്. ദിസ് സോളിഡ് സ്റ്റാർട്ട് സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ എ മാസീവ് ടോട്ടൽ. ഈ ഇഞ്ചുറി ബ്രേക്കിന് ശേഷമുള്ള സ്ട്രൈക്ക് റൊട്ടേഷൻ അടുത്ത ഓവറുകളിൽ നിർണായകമാകും. എട്ട് ഓവറുകൾക്ക് ശേഷം 82 റൺ, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ.
Oh dear, that looks serious for Ishan Kishan. He's down and clutching his hamstring. 8ാം ഓവറിന് ശേഷം ഇന്ത്യയുടെ മികച്ച പ്രകടനം തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു നീണ്ട കാലതാമസമാണിത്. ഈ ഇടവേള ഇന്ത്യയുടെ മികച്ച മൊമെന്റം തകർക്കാൻ സാധ്യതയുണ്ട്. A lengthy delay like this can really disrupt the batting rhythm, especially when a partnership is flourishing and the run rate is above 10. കളി പുനരാരംഭിച്ചിരിക്കുന്നു. 8.1 ഓവറിൽ 83 റൺ ഒരു വിക്കറ്റിന്. ഓവറിൽ 84 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. Good start from S. Ayub, spinning away from the 5th stump line. ഇഷാൻ കിഷൻ പിന്നോട്ട് മാറി പന്ത് ഡീപ്പ് മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിട്ട് ഒരു സിംഗിൾ നേടി. ഈ ഇടവേളയ്ക്ക് ശേഷമുള്ള മികച്ച സ്ട്രൈക്ക് റൊട്ടേഷൻ. ബൗണ്ടറി അടിച്ചിരിക്കുന്നു. 9ാമത്തെ പന്ത്, 9ാമത്തെ ഓവറിൽ 3ാമത്തെ പന്ത്. That's a superb boundary. Exactly the acceleration India needed right after the break. തകർപ്പൻ ഷോട്ടിലൂടെ റൺ റേറ്റ് 10.35 ഉയർത്തി. ഇത് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഓവറുകളിൽ 88 റൺസാണ് 2 വിക്കറ്റ് നഷ്ടത്തിൽ. Oh, what? Clean bowled. That is a massive wicket for Pakistan right after the boundary. ബൗണ്ടറിക്ക് ശേഷമുള്ള ഈ വിക്കറ്റ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. ഇത് കളിയിലെ മൊമെന്റം പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. പറ്റിയതാവാം ഇഷാൻ കിഷന്റെ കോൺസെൻട്രേഷനെ ബാധിച്ചത്.
The dangerous Ishan Kishan is finally out, and what a massive breakthrough this is for Pakistan. Saim Ayub delivered a brilliant slower ball that gripped and turned on this challenging surface. ഈ ഒരു ബ്രേക്ക് ത്രൂ പാകിസ്ഥാന് വലിയ ആശ്വാസം നൽകും, കാരണം 77 റൺസ് നേടിയ കിഷൻ ഇന്ത്യയെ മികച്ച നിലയിലെത്തിച്ചിരുന്നു. ഒൻപത് ഓവറിൽ 89/2 എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച സ്കോറാണ്. ദിസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ സൂര്യകുമാർ യാദവ് ആൻഡ് തിലക് വർമ്മ ഇസ് നൗ എക്സ്ട്രീംലി ക്രൂഷ്യൽ. പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തി റൺസ് ഫ്ലോ തടയാൻ ശ്രമിക്കും. സോ സ്ട്രൈക്ക് റൊട്ടേഷൻ വിൽ ബി കീ ഫോർ ഇന്ത്യ. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഇപ്പോൾ ക്രീസിൽ നിലയുറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഫ്റ്റർ ദാറ്റ് ക്രൂഷ്യൽ വിക്കറ്റ് ദേ നീഡ് ടു റീബിൽഡ് ആൻഡ് കൺസോളിഡേറ്റ് ദ ഇന്നിംഗ്സ്. വിൻ പ്രോബബിലിറ്റി ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും ഈ ഘട്ടത്തിലെ വിക്കറ്റ് നഷ്ടം കളി മാറ്റിയേക്കാം. That's a good single by Suryakumar Yadav, rotating the strike and keeping the scoreboard moving. ഇഷാൻ കിഷൻ എത്തായതിനു ശേഷം ക്രീസിൽ ഉറച്ചു നിന്ന് സ്കോർ ഉയർത്താനുള്ള സൂര്യയുടെ ശ്രമമാണിത് കാണിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ബിൽഡിംഗ് ഇസ് വൈറ്റൽ നൗ. തിലക് വർമ്മ ഇസ് ലുക്കിംഗ് സോളിഡ് ഹിയർ. ബാക്ക് ഓഫ് എ ലെങ്ത് ഡെലിവറി അദ്ദേഹം അനായാസം ഡീപ്പ് പോയിന്റിലേക്ക് പഞ്ച് ചെയ്ത് ഒരു സിംഗിൾ നേടി. ദിസ് ഇസ് എക്സലന്റ് സ്ട്രൈക്ക് റൊട്ടേഷൻ, കീപ്പിംഗ് ദ സ്കോർ ബോർഡ് മൂവിംഗ് കോൺസ്റ്റന്റ്ലി. നവാസിന്റെ ഒരു സ്മാർട്ട് ബോളിംഗ് ആണിത്. ടോസ് സ്റ്റെപ്പ് ഡെലിവറി കൃത്യം ലെങ്തിലിട്ടു. സൂര്യകുമാർ യാദവ് വളരെ ശ്രദ്ധയോടെ പ്രസസ് ഹാഫ് ഫോർവേഡ്, എന്നിട്ടത് പോയിന്റ് റീജിയനിലേക്ക് നഡ് ചെയ്തു. നോ റൺ. ഈ ഘട്ടത്തിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ വളരെ പ്രധാനമാണ്. തിലക് വർമ്മയുടെ ഈ ഡോട്ട് ബോൾ പ്രഷർ കൂട്ടുന്നുണ്ട്. പാകിസ്ഥാൻ is bowling with excellent discipline, restricting the batsmen with precise line and length in this crucial middle phase.
ഓവറുകൾക്ക് ശേഷം 92 for 2 is the score. 10 ഓവറിൽ 92/2 എന്നത് ഒരു മോശം സ്കോർ അല്ല, ബട്ട് ഇന്ത്യ നീഡ്സ് ടു ആക്സിലറേറ്റ് ഫ്രം ഹിയർ. ഈ വിക്കറ്റുകൾക്കിടയിൽ ഒരു വലിയ കൂട്ടുകെട്ട് അനിവാര്യമാണ് ടു പോസ്റ്റ് എ ചാലഞ്ചിങ് ടോട്ടൽ, എസ്പെഷ്യലി വിത്ത് ദ ഡെത്ത് ഓവേഴ്സ് അപ്രോച്ചിങ്. തിലക് വർമ്മ ബാക്ക് ഓഫ് എ ലെങ്ത് ഡെലിവറിയെ നേരിടാൻ പിന്നോട്ട് നീങ്ങി. ഹി കോൺഫിഡൻ്റ്ലി പഞ്ചസ് ഇറ്റ് ടുവേർഡ്സ് ഡീപ് പോയിന്റ്, ലുക്കിംഗ് ഫോർ എ ക്വിക്ക് സിംഗിൾ ടു ഈസ് ദ പ്രഷർ ആൻഡ് റൊട്ടേറ്റ് ദ സ്ട്രൈക്ക്. ഉസ്മാൻ താരിഖിന്റെ ഡെലിവറി ഒരു ഹാഫ് ട്രാക്കർ ആയിരുന്നു. സൂര്യകുമാർ യാദവ് അത് മുതലാക്കി. SK waited on it and absolutely pounded the ball between long on and deep mid wicket for a much needed boundary. കറന്റ് റൺ റേറ്റ് 9 കടന്നു എന്നത് ഇന്ത്യക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ്. ദ പ്രൊജക്ഷൻ ഷോസ് ദേ ക്യാൻ റീച്ച് ക്ലോസ് ടു 190. സ്ട്രൈക്ക് റൊട്ടേഷൻ വളരെ പ്രധാനമാണ് ഈ ഘട്ടത്തിൽ. മെയിൻറ്റെയിനിങ് ദ കറന്റ് റൺ റേറ്റ് ഈസ് ക്രൂഷ്യൽ. ഈ ക്വിക്ക് സിംഗിൾസ് പ്രഷർ നിലനിർത്താനും പ്രൊജക്റ്റഡ് ടോട്ടലിലേക്ക് സ്കോർ ഉയർത്താനും സഹായിക്കുന്നു. തിലക് വർമ്മയുടെ ഈ ഷോട്ട് വളരെ ക്ലെവർ ആയിരുന്നു. ഫുൾ ലെങ്ത് ഡെലിവറിയെ അദ്ദേഹം ഫോർവേഡ്സ് ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് നഡ്ജസ് ഇറ്റ് ടുവേർഡ്സ് മിഡ് വിക്കറ്റ് ഫോർ എ കംഫർട്ടബിൾ സിംഗിൾ. ദിസ് ഷോസ് ഹിസ് ഗുഡ് ടെക്നീക്ക് ആൻഡ് ടെമ്പറമെന്റ് ഇൻ ദിസ് ക്രിട്ടിക്കൽ ഫേസ്. പതിനൊന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ 98/2 എന്ന നിലയിലാണ് ഇന്ത്യ. ഈ കൂട്ടുകെട്ട് ഇനിയുള്ള ഓവറുകളിൽ വളരെ നിർണായകമാണ്. ദേ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മൊമെന്റം ആൻഡ് ബിൽഡ് എ സ്ട്രോങ് ബേസ് ഫോർ ദ ഡെത്ത് ഓവേഴ്സ്. Usman Tariq attempted a short delivery there, but Tilak Verma executed the swivel pull beautifully. ആ ഷോട്ട് ഡീപ് സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് ഒരു സിംഗിൾ നേടി, which ensures good strike rotation and keeps the scoreboard moving. അടുത്ത പന്ത് സിക്സറിന് പറത്തിയിരിക്കുന്നു.
സ്കോർ 105, 2 വിക്കറ്റ് നഷ്ടത്തിൽ. സ്കോർ 105, 2 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ ഘട്ടത്തിൽ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ദേ നീഡ് ടു കൺസോളിഡേറ്റ് ദ ഇന്നിംഗ്സ് ഹിയർ ആൻഡ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് സ്ട്രൈക്ക് റൊട്ടേഷൻ. വരുന്ന 4 ഓവറുകളിൽ 106, 2 വിക്കറ്റ് നഷ്ടത്തിൽ. A single off the last ball, a crucial strike rotation for India. സൂര്യകുമാർ യാദവ് സ്ട്രൈക്ക് നിലനിർത്തുന്നത് ടീമിന് വളരെ ഗുണം ചെയ്യും. This partnership is vital heading into the crucial middle overs. The next available section is the scorecard. Oh, that was a huge appeal for LBW against Suryakumar. Pand battle kondo enna samshayamundu. A massive shout from Nawaz, but the umpire says no. Suryakumar's sweep TN ശ്രമിച്ചത് പാളിപ്പോയി. Seems there was an inside edge involved there. നോ ബോൾ ആണ് 12 ഓവർ. സത്യം, ഈ ഘട്ടത്തിൽ ഒരു നോ ബോൾ വലിയൊരു തിരിച്ചടിയാണ്. That is poor execution from Mohammad Nawaz, especially with the required run rate climbing. ഇത് ഇന്ത്യയ്ക്കൊരു ഫ്രീ ഹിറ്റ് നൽകുന്നു, കൂടാതെ ഡെത്ത് ഓവേഴ്സിന് മുമ്പ് സ്കോറിംഗ് റേറ്റ് ഉയർത്താനുള്ള ഒരു സുവർണ അവസരവും. ആക്ച്വലി അത് നോ ബോൾ ആയിരുന്നില്ല. That's a crucial detail. അമ്പയറുടെ തീരുമാനം മത്സരഗതിയെ സ്വാധീനിക്കും. A marginal call that could make a big difference in this context. 12.1 ഓവറിൽ 111, 2 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്ത്യ വളരെ നല്ല നിലയിലാണ്. 111-ന് 2 വിക്കറ്റ്. From this position, they can definitely aim for a big total, maintaining the run rate. അടുത്ത ഓവറുകളിൽ സ്ട്രൈക്ക് റൊട്ടേഷനും ബൗണ്ടറികളും നിർണായകമാകും. സിംഗിൾ കൂടെ എടുത്തിരിക്കുന്നു.
ഇല്ലാത്ത രണ്ടാണ് 2 വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. വിക്കറ്റേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. wickettv.online.com സന്ദർശിക്കാനും മറക്കരുത്. That's a confident shot from SKY. He quickly read the length, went onto the back foot, and punched it beautifully down to sweeper cover. 3 runs കൂടി നേടിയതോടെ സ്ട്രൈക്ക് റൊട്ടേഷൻ നടന്നു. ഇത് ഇന്ത്യൻ ഇന്നിംഗ്സിന് വളരെ നിർണായകമാണ്. സത്യം, ഈ ഘട്ടത്തിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ വളരെ പ്രധാനമാണ്. അത് സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ സഹായിക്കുന്നു. However, this partnership between Yadav and Verma needs to accelerate soon, as the required run rate is climbing now. Thank you for visiting our channel. Love you too. Pauses. runs, 2 വിക്കറ്റ് നഷ്ടത്തിൽ 12.5 ഓവർ. ആ ഒരു വൈഡ് ഡെലിവറി ഇന്ത്യക്ക് കുറച്ച് ആശ്വാസം നൽകുന്നുണ്ട്. The required run rate is still climbing, so maintaining this partnership is crucial for the innings. Please subscribe to today's and wickettv.online.com and visit our Facebook page also. That's a good single to end the over. പതുക്കെയാണെങ്കിലും സ്കോർ തിക്കറിൽ മുന്നോട്ട് പോകുന്നുണ്ട്. India needs to focus on controlled aggression from here, especially in the crucial middle overs. പതിമൂന്ന് ഓവറുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അവസാനത്തെ 7 ഓവറുകൾ വളരെ നിർണായകമാണ്. The required run rate is climbing, so Verma and Yadav must find the boundary consistently to post a challenging total. I think chasing will be very easy, so we need to make a big score. Otherwise, Pakistan will chase easily, especially in the ninth. You're absolutely right. The pitch might become more flat tonight. ഈ ഘട്ടത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ വലിയ സ്കോർ നേടുക ഇന്ത്യക്ക് വളരെ ആവശ്യമാണ്. They need to target the boundary consistently to put pressure on Pakistan. ആദ്യ പന്തിൽ 2 റൺസ്, നല്ല തുടക്കം. This shows positive intent from the batsman, which is essential to accelerate the scoring rate in these middle overs. Score 120, 2 വിക്കറ്റ് നഷ്ടത്തിൽ. The current run rate is just under 9, but they need to increase that to cross the 180 mark. പാകിസ്ഥാൻ ബൗളർമാർ സമ്മർദ്ദം തുടരുകയാണ്. നവാസ് 2.1 ഓവറിൽ 14 റൺസാണ് ഇതുവരെ വഴങ്ങിയത്. നവാസിനെ ഡിഫീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ശരിയാണ്, നവാസ് റൺസ് വിട്ടുകൊടുക്കാൻ മടിക്കുന്നു. He's maintaining a tight line and length, making it difficult for the batsman to find the boundary. ഈ ഘട്ടത്തിൽ വിക്കറ്റ് കളയാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന തന്ത്രം. They need to build a solid platform before the final death overs. സൂര്യകുമാർ യാദവ് ഏത് നിമിഷവും എക്സ്പ്ലോർട്ട് ചെയ്യാം.
സത്യം, സൂര്യകുമാർ യാദവിന്റെ ആ ഒരു സ്കോറിംഗ് കഴിവ് ഇന്ത്യക്ക് ഇപ്പോൾ അത്യാവശ്യമാണ്. The required run rate is nearing 9, so this is the perfect time for him to accelerate. Please share your thoughts in the comment box and please subscribe and like the stream. Thank you. What a shot! Brilliant placement by SKY. Boundary നേടിയതോടെ റൺ റേറ്റിൽ നേരിയ വർധനവുണ്ടായി. This momentum is precisely what India needs to build a competitive total. ബൗണ്ടറി ലൈനിലുള്ള മിസ്ഫീൽഡ് ആണ്, അത് സിംഗിൾ മാത്രമാകുമായിരുന്ന ഒരു സ്കോറിംഗ് ഷോട്ട് ബൗണ്ടറിയിലേക്ക് നയിച്ചത്. നവാസ് നിരാശനാണ്. (13.5 ഓവറിൽ 125, 2 വിക്കറ്റ് നഷ്ടം. ഓവർ പൂർത്തിയായിരിക്കും. 125, 2 വിക്കറ്റ് നഷ്ടത്തിൽ. സത്യം, 14 ഓവറിൽ 125 റൺസ് എന്നത് ഇന്ത്യക്ക് മികച്ച അടിത്തറയാണ് നൽകുന്നത്. The stage is perfectly set for a big total, especially with Suryakumar Yadav looking dangerous and the death overs approaching. 14 ഓവറുകൾക്ക് ശേഷം ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ഇഷാൻ കിഷൻ 3 ബൗണ്ടറികൾ നേടിയിരുന്നു. ഡ്രിങ്ക്സ് ബ്രേക്ക് ഒരു പ്രധാന സമയമാണ്. കഴിഞ്ഞ ബ്രേക്കിന് ശേഷമുള്ള ഇഷാൻ കിഷന്റെ ആക്രമണം ടീമിന് വലിയ ഊർജം നൽകി. Now, post-break, the focus shifts to strike rotation and setting a platform for the final onslaught. പാകിസ്ഥാൻ ഈ പാർട്ട്ണർഷിപ്പ് ഉടനടി ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഫോർമിഡബിൾ ടോട്ടലിലേക്ക് നീങ്ങും. ബ്രേക്കിന്റെ സമയത്ത് ആരും പോകരുത്. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഡെഫിനറ്റ്ലി എൻജോയ് യുവർ ടീ. എന്നാൽ ഈ ഡ്രിങ്ക്സ് ബ്രേക്ക് പാകിസ്ഥാന് വളരെ നിർണായകമാണ്. ദേ നീഡ് ടു യൂസ് ദിസ് ടൈം ടു റീഗ്രൂപ്പ് ആൻഡ് പ്ലാൻ ദെയർ ഡെത്ത് ഓവർ സ്ട്രാറ്റജി ഇഫക്റ്റീവ്ലി, എസ്പെഷ്യലി അഗൈൻസ്റ്റ് ദിസ് ഡേഞ്ചറസ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ്. ലൈവ് ലിങ്ക് ഇല്ല. ലൈവ് ലിങ്ക് ലഭ്യമല്ലെങ്കിലും സ്കോർ ബോർഡ് വളരെ വ്യക്തമാണ്. The partnership between Tilak Verma and Suryakumar Yadav post Ishan Kishan's flurry is vital. They are perfectly poised to accelerate after this break in the crucial death overs. റണ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ.
Interesting bowling change here. Imad Wasim finished his spell and now Saim Ayub has been brought into the attack. ഈ ഘട്ടത്തിൽ ഒരു പാർട്ട് ടൈം ബോളറെ കൊണ്ടുവരുന്നത് ഒരു ഗാമ്പിളാണ്. പാകിസ്ഥാൻ ഇസ് ഡെസ്പെറേറ്റ്ലി ഇൻ നീഡ് ഓഫ് എ ബ്രേക്ക് ത്രൂ ടു സ്റ്റെം ദിസ് പാർട്ട്ണർഷിപ്പ്. സായിം അയ്യൂബ് വിക്കറ്റ് എടുക്കുന്ന ബോളറാണ്. സത്യം. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് നോക്കൂ. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഇപ്പോൾ ക്രീസിൽ സെറ്റാണ്. ദേ ആർ ബിൽഡിംഗ് എ വെരി സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ദ ഫൈനൽ അസോൾട്ട്. ഈ ഘട്ടത്തിൽ വിക്കറ്റ് നേടുക എന്നത് പാകിസ്ഥാന് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. ഇന്ത്യക്കിപ്പോൾ മികച്ച റൺ റേറ്റ് ഉണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് മുതലെടുത്ത് വലിയ സ്കോർ നേടാനാകും ലക്ഷ്യം. വിത്ത് ദ ഡെത്ത് ഓവേഴ്സ് അപ്രോച്ചിങ്, വി ക്യാൻ എക്സ്പെക്ട് സം അഗ്രസീവ് സ്ട്രോക്ക് പ്ലേ ആൻഡ് എ ക്ലിയർ ഫോക്കസ് ഓൺ മാക്സിമൈസിംഗ് ദ ടോട്ടൽ. LBW out. വിക്കറ്റ് പോയിരിക്കുന്നു. അയ്യോ, അതൊരു വലിയ വിക്കറ്റ്. ദാറ്റ് ഇസ് ദ ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ പാകിസ്ഥാൻ ഡെസ്പെറേറ്റ്ലി നീഡഡ്. തിലക് വർമ്മ LBW ആയി പുറത്തായിരിക്കുന്നു. ഇത് കളിയിലെ മൊമെന്റം പൂർണ്ണമായും മാറ്റിമറിക്കും. Exactly, a massive blow for India. Hardik Pandya, the finisher, departs for a golden duck. സത്യമാണ്, ഒരു ഹാട്രിക് ബോളിൽ ഇങ്ങനെ ഒരു വിക്കറ്റ് വീഴുന്നത് ടീമിന്റെ മൊമെന്റം പൂർണ്ണമായും ഇല്ലാതാക്കും. ദിസ് ഈസ് ബ്രില്യന്റ് ബോളിംഗ് ഇൻ ദ കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി ബൈ എസ് അയ്യൂബ്. സായിം അയ്യൂബ് വിക്കറ്റ് എടുക്കുമെന്ന് ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പാർട്ട് ടൈം ബോളറാണെങ്കിലും വിക്കറ്റ് ടേക്കറാണ്. സത്യമാണ്. That's a great point. Ayub has delivered a critical breakthrough exactly when Pakistan needed it. ഈ ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് വീണത്. So, Shivam Dubey walks out to the middle now with immense pressure on his shoulders. ഈ നിർണായക സമയത്ത് ടീമിനെ മുന്നോട്ട് നയിക്കുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു ചലഞ്ച് ആയിരിക്കും. He has to focus on strike rotation to ease the pressure. Ayub bowls the hat-trick delivery. Shivam Dubey has managed to see it through. വലിയ ഒരു ഭീഷണിയെയാണ് ഡൂബെ മറികടന്നത്. ഈ സമയം അതിജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്.
That was a crucial moment to navigate, and Dubey has shown great composure to see off the hat-trick ball. ഈ ഘട്ടത്തിൽ സൂര്യകുമാർ യാദവുമായി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവസാന ഓവറുകൾ വരാനിരിക്കെ റൺ റേറ്റ് ഉയർത്തണം. അയൂബിന്റെ മികച്ച സ്പെൽ തുടരുന്നു. ദുബൈ ക്രീസിലെത്തിയിരിക്കുന്നു. ശിവം ദുബൈ is at number 6 and he will be facing a crucial hat-trick ball from Ayub with a slip in place. ഈ ഘട്ടത്തിൽ ഒരു വിക്കറ്റ് വീഴുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും. That was a massive appeal from Pakistan, but the review has gone begging by a very close margin. സത്യം പറഞ്ഞാൽ ഒരു ടോപ്പ് ക്വാളിറ്റി ഡെലിവറി ആയിരുന്നു. The ball just scraping past the corridor of uncertainty. This failed review could be extremely costly for Pakistan moving into the crucial death overs. 15 ഓവറിൽ 127 4 വിക്കറ്റ് നഷ്ടത്തിൽ. നാല് വിക്കറ്റ് നഷ്ടത്തിൽ 15 ഓവറിൽ. 15 ഓവറിൽ 127 റൺസ്. ഇതൊരു നല്ല സ്കോർ തന്നെയാണ്. The current run rate is healthy at 8.47, but losing those 4 wickets will be a concern for the batting side. നവാസിന്റെ ഓവറിലെ ആദ്യ പന്തിൽ ഒരു സിംഗിൾ. This is important for strike rotation, especially after Saim Ayub's unbelievable spell which yielded 2 cruise. ഈ ഘട്ടത്തിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ വളരെ നിർണായകമാണ്. എസ്പെഷ്യലി വിത്ത് ദ ഡെത്ത് ഓവേഴ്സ് അപ്രോച്ചിങ്, ഇന്ത്യ നീഡ്സ് ടു കൺസോളിഡേറ്റ് ആൻഡ് എൻഷുർ ദേ ഡോണ്ട് ലൂസ് എനി മോർ വിക്കറ്റ്സ് ടു മാക്സിമൈസ് ദെയർ പ്രൊജക്റ്റഡ് സ്കോർ. റൺ റേറ്റ് 8.44-ൽ നിലനിർത്തുന്നത് നല്ല സൂചനയാണ്. The projected score of around 170 seems achievable, but they must preserve wickets in these crucial overs leading into the death. ഓവറിൽ 130 4 വിക്കറ്റ് നഷ്ടത്തിൽ.
Suryakumar Yadav is looking absolutely electric here, scoring at a phenomenal strike rate. ഈ ഘട്ടത്തിൽ ഒരു വിക്കറ്റ് വീണത് ഇന്ത്യക്ക് ചെറിയൊരു തിരിച്ചടിയാണ്, ബട്ട് ദ റിക്വയർഡ് റൺ റേറ്റ് ഈസ് സ്റ്റിൽ മാനേജബിൾ. റൺ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്കോർ നേടാനുള്ള റൺ റേറ്റ് ആണോ ആദ്യം ബാറ്റ് ചെയ്യണം മാർക്കറ്റ്. സത്യമാണ്, റിക്വയർഡ് റൺ റേറ്റ് അല്ല ഇവിടെ പ്രധാനം. ഇന്ത്യ ഈസ് ബാറ്റിംഗ് ഫസ്റ്റ്, സോ ദ കറന്റ് റൺ റേറ്റ് ഈസ് ക്രൂഷ്യൽ. ഈ നിലയിൽ കളിച്ചാൽ ഒരു നല്ല ടോട്ടൽ നേടാൻ സാധിക്കും, ആൻഡ് ദാറ്റ് വിൽ ബി എ ചാലഞ്ചിങ് ടാർഗറ്റ്. That's smart cricket from Suryakumar Yadav, just rotating the strike and keeping the scoreboard moving. ഈ ഘട്ടത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ സ്ട്രൈക്ക് റൊട്ടേഷൻ നിലനിർത്തുന്നത് 16 ഓവറുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അവസാനത്തെ ഡെത്ത് ഓവറുകളാണ് നിർണായകം. ഇന്ത്യ നീഡ്സ് ടു ഫൈൻഡ് ബൗണ്ടറീസ് കൺസിസ്റ്റന്റ്ലി ഫ്രം ഹിയർ ടു പുട്ട് അപ്പ് എ ചാലഞ്ചിങ് സ്കോർ. പതിനാറ് ഓവറിൽ 136, 4 വിക്കറ്റ് നഷ്ടത്തിൽ. സ്കോർ കുറവാണ്. സത്യമാണ്, സ്കോർ കുറവാണ്, ബട്ട് ആ ലാസ്റ്റ് ബോളിൽ ശിവം ദൂബെ അടിച്ചത് ഒരു ബ്രില്യൻ പുൾ ഷോട്ടാണ്. ദിസ് ബൗണ്ടറി വിൽ ഷുവർലി ബൂസ്റ്റ് ദെയർ കോൺഫിഡൻസ് ആസ് ദേ ഹെഡ് ഇൻ ടു ദ ക്രൂഷ്യൽ ഡെത്ത് ഓവേഴ്സ്. ഇനി വരുന്ന ഓവറുകൾ ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. .2 ഓവറിൽ 137, 4 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ ഘട്ടത്തിൽ സൂര്യകുമാർ യാദവിന്റെ റോൾ വളരെ പ്രധാനമാണ്. ഹി നീഡ്സ് ടു കൺവേർട്ട് ദിസ് സ്റ്റാർട്ട് ഇൻ ടു എ ബിഗ് ഇന്നിംഗ്. ഇന്ത്യക്കൊരു നല്ല ടോട്ടൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ദേ മസ്റ്റ് ഫോക്കസ് ഓൺ കാൽക്കുലേറ്റഡ് റിസ്ക്സ് ആൻഡ് സ്റ്റഡി സ്ട്രൈക്ക് റൊട്ടേഷൻ ഇൻ ദീസ് മിഡിൽ ഓവേഴ്സ്. പന്തിൽ സിംഗിൾ ഓടി. ഉസ്മാൻ താരിഖിന്റെ ബോളിൽ ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് ക്രൂഷ്യൽ അറ്റ് ദിസ് സ്റ്റേജ്, ബ്രിങ്ങിങ് സൂര്യകുമാർ യാദവ് ഓൺ സ്ട്രൈക്ക്. പാകിസ്ഥാന് ഈ ഘട്ടത്തിൽ സൂര്യകുമാറിന്റെ വിക്കറ്റ് വളരെ പ്രധാനമാണ്. ഇത്രയൊന്നും റണ്ണ് പോരാ, ജയിക്കണമെങ്കിൽ ഒരു കൂറ്റൻ സ്കോർ തന്നെ വേണം. നാല് വിക്കറ്റ് നഷ്ടത്തിൽ 16.5 ഓവറിൽ. സിംഗിൾ എടുക്കുന്നത് പാകിസ്ഥാൻ ഒരു പ്രശ്നമാവില്ല. വൻ അടികളാണ് വേണ്ടത്.
140 4 വിക്കറ്റ് നഷ്ടത്തിൽ. ഓവറിൽ 140 റൺസ് ഇതൊരു ഡീസൻറ്റ് സ്കോറാണ്. ബട്ട് ദ ക്രൂഷ്യൽ ഡെത്ത് ഓവേഴ്സ് ആർ സ്റ്റാർട്ടിംഗ് നൗ, സോ ദേ നീഡ് ടു ആക്സിലറേറ്റ് സിഗ്നിഫിക്കൻ്റ്ലി. സൂര്യകുമാർ യാദവിൻ്റെയും ഡുബൈയുടെയും പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാകും. പക്ഷേ പിച്ച് സ്പിന്നിന് അനുകൂലമാണ്. ബോൾ നന്നായി ടേൺ ചെയ്തിട്ട് നമ്മുടെ സ്പിന്നർമാർ ചെറിയ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ മത്സരം കടുക്കും. നാല് ലക്ഷത്തിൽ 17.1 ഓവറിൽ ആദ്യം തന്നെ ബൗണ്ടറി അടിച്ചിരിക്കുന്നു. ഇന്ത്യക്കിപ്പോൾ ഒരു വലിയ ടോട്ടൽ ലക്ഷ്യമിടാൻ പറ്റിയ സമയമാണ് 144-4. ദിസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ യാദവ് ആൻഡ് ദുബെ വിൽ ബി ആബ്സല്യൂട്ട്ലി ക്രൂഷ്യൽ ഇൻ ദ ഡെത്ത് ഓവേഴ്സ് ടു ക്രോസ് ദാറ്റ് 170 മാർക്ക്. A vital single there. Strike rotate ചെയ്തത് വളരെ പ്രധാനമാണ്. Now the dangerous Suryakumar Yadav is back on strike, which is exactly what India needs in these crucial death overs. ഇനിയുള്ള പന്തുകൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. They need to maximize the scoring in the last few deliveries to put up a challenging total, especially with the strategic move of taking that single to keep Yadav on strike. യാദവാണോ സ്ട്രൈക്ക്? ദുബൈയാണല്ലോ സ്ട്രൈക്ക്. സത്യമാണ്, ദുബൈയാണ് സ്ട്രൈക്കിൽ. ഈ സിംഗിൾ ഇന്നിംഗ്സിന്റെ അവസാന പന്തുകളിൽ സ്കോർ ഉയർത്താൻ ദുബൈയെ സഹായിക്കും. ഹി നീഡ്സ് ടു ടേക്ക് ദി ഇനീഷ്യേറ്റീവ് ആൻഡ് പുഷ് ഇന്ത്യ ടുവേർഡ്സ് എ സ്ട്രോങ് ടോട്ടൽ. 147 4 വിക്കറ്റ് നഷ്ടത്തിൽ 17.4 ഓവർ. Struggling might not be here. Keep getting disconnected. ഓവറിൽ 184.4 4 വിക്കറ്റ് നഷ്ടത്തിൽ.
ഈ സ്കോർ ഒരു മികച്ച അടിത്തറയാണ്. എന്നാൽ അവസാന ഓവറുകളിൽ ഇന്ത്യക്ക് ഇനിയും റൺസ് കൂട്ടേണ്ടതുണ്ട്. The current run rate is hovering around 8.5, but they must maximize the remaining deliveries as we are entering the critical death overs now. What a brilliant shot! Shivam Dube really picked the length well and dispatched it for a crucial boundary. ഈ സമയത്ത് ഓരോ റൺസും വളരെ വിലപ്പെട്ടതാണ്. സത്യമാണ്, ഉസ്മാൻ താരിഖ്സ് അപ്രോച്ച് ഇസ് ഡെഫിനറ്റ്ലി എ സ്ട്രാറ്റജി ടു ഡിസ്റപ്റ്റ് ദ ബാറ്റ്സ്മെൻസ് റിതം ഇൻ ദീസ് ക്രൂഷ്യൽ ഡെത്ത് ഓവേഴ്സ്. പക്ഷേ ആ ബൗണ്ടറി ഇന്ത്യയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ആൻഡ് ദേ വിൽ നൗ ബി എയിമിംഗ് ഫോർ എ പ്രൊജക്റ്റഡ് സ്കോർ അറൌണ്ട് 170-175. ആ ബൗണ്ടറിക്ക് ശേഷം ഒരു സിംഗിൾ എടുത്തത് വളരെ ബുദ്ധിപരമായ നീക്കമാണ്. ദിസ് ഇസ് എക്സലന്റ് സ്ട്രൈക്ക് റൊട്ടേഷൻ, എക്സാക്ട്ലി വാട്ട് ഇന്ത്യ നീഡ്സ് ഇൻ ദ ഡെത്ത് ഓവേഴ്സ് ടു മെയിൻറ്റെയിൻ മൊമെന്റം. ഈ എക്സ്ട്രാ റൺസ് ടീമിന് വളരെ സഹായകമാണ്. എവറി സിംഗിൾ റൺ മാറ്റേഴ്സ് അറ്റ് ദിസ് സ്റ്റേജ്, എസ്പെഷ്യലി വിത്ത് ദ പ്രൊജക്റ്റഡ് സ്കോർ നൗ ഹോവറിംഗ് അറൌണ്ട് 170. എക്സാക്ട്ലി, സത്യമാണ്. ഈ ഘട്ടത്തിൽ പിന്തുണയെ വളരെ പ്രധാനമാണ്. That dot ball is a crucial moment though. Suryakumar Yadav is on strike now and India needs him to find the boundary to cross that 170 mark. താരിഖിന്റെ ചത്ത ബോളാണ്. ബോൾ വിക്കറ്റ് പോകാൻ സാധ്യതയാണ്. ടൈമിംഗ് ശരിയല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. ദാറ്റ്സ് എ ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ ഫോർ പാകിസ്ഥാൻ, എസ്പെഷ്യലി ഇൻ ദീസ് ഡെത്ത് ഓവേഴ്സ്. സത്യം, മാച്ച് സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലാണ്. റിങ്കു സിംഗ് ഇസ് ദ ന്യൂ മാൻ ഇൻ ആൻഡ് ഹീ നീഡ്സ് ടു അക്സലറേറ്റ് ഇമ്മീഡിയറ്റ്ലി. ഈ അവസാന ഓവറുകളിൽ ക്വിക്ക് റൺസ് നേടുക എന്നത് ഇന്ത്യക്ക് വളരെ പ്രധാനമാണ്. ഇനിയൊരു ഓവർ മാത്രം ബാക്കി നിൽക്കെ 180 എന്ന ടാർഗറ്റിലേക്ക് എത്തുക എന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. This final over is a massive test for Rinku Singh's finishing abilities. ഡെത്ത് ഓവറുകളിലെ ഈ ക്രൂഷ്യൽ റൺസ് ഇന്ത്യയുടെ ടോട്ടലിന് വളരെ നിർണായകമാകും. ദൂബെയുടെ സ്ട്രൈക്ക് ഇന്ത്യക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഹി ഈസ് എ പ്രൂവൻ പവർ ഹിറ്റർ, കേപ്പബിൾ ഓഫ് ക്ലിയറിംഗ് ദ റോപ്സ് എഫേർട്ട്ലെസ്ലി. ഈ അവസാന ഓവറിൽ മാക്സിമം റൺസ് നേടാനുള്ള സുവർണ അവസരമാണിത്.
163 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഒരു ബൗണ്ടറി. വാട്ട് എ ഫാന്റാസ്റ്റിക് സ്റ്റാർട്ട് ടു ദ ഫൈനൽ ഓവർ. എക്സാക്ട്ലി വാട്ട് ഇന്ത്യ നീഡഡ് ഇൻ ദ ഡെത്ത് ഓവേഴ്സ്. ഇത് സ്കോർ 170 കടക്കാൻ സഹായിക്കും. ദിസ് മൊമെന്റം ഷിഫ്റ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ സെറ്റിംഗ് എ കമ്പറ്റിറ്റീവ് ടോട്ടൽ. വിക്കറ്റ് പോയാലും പ്രശ്നമില്ല, അടിക്കുക എന്നതാണ് പ്രധാനം. തീർച്ചയായും ഈ സിംഗിൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വളരെ സഹായിച്ചു. മെയിൻറ്റെയിനിങ് സ്ട്രൈക്ക് റൊട്ടേഷൻ ഈസ് ക്രൂഷ്യൽ ഇൻ ദ ഡെത്ത് ഓവേഴ്സ് ടു മാക്സിമൈസ് റൺസ്. കാരണം ഓരോ പന്തും വിലപ്പെട്ടതാണ്. വീണ്ടും ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു. സ്കോർ 168 5 വിക്കറ്റ് നഷ്ടത്തിൽ. അവിശ്വസനീയം. തുടർച്ചയായ രണ്ടാം പന്തിലും ബൗണ്ടറി. ദിസ് ഈസ് എക്സെപ്ഷണൽ പവർ ഹിറ്റിംഗ് ഫ്രം ദുബൈ, കംപ്ലീറ്റ്ലി ചേഞ്ചിങ് ദ മൊമെന്റം. സ്കോർ 170 കടന്നു. ഒരു മികച്ച ടോട്ടലിലേക്കാണ് ഇന്ത്യ മുന്നേറുന്നത്. പന്ത് 6, നാലാമത്തെ പന്ത് 6 അടിച്ചിരിക്കുന്നു. ഈ ഓവറിലെ തകർപ്പൻ പ്രകടനം ഇന്ത്യയുടെ ടോട്ടൽ ഗണ്യമായി വർദ്ധിപ്പിച്ചു. The strategic intent to maximize runs in these final moments is evident, pushing them towards a challenging total. ഇനി 2 പന്തുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ജങ്ക്ചർ ഇൻ ദ മാച്ച്. ഈ ഓവറിലെ തകർപ്പൻ പ്രകടനം ഇന്ത്യയെ മികച്ച ടാർഗറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ദേ വിൽ ബി എയിമിംഗ് ഫോർ മാക്സിമം പോസിബിൾ റൺസ് ഇൻ ദീസ് ഫൈനൽ ഡെലിവറീസ്. അവസാന പന്തിലെ റൺഔട്ട് ട്രൂലി ഡ്രമാറ്റിക്. ഈ അവസാന ഘട്ടത്തിൽ ഒരു റൺഔട്ട് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. ബട്ട് ദേ ഹാവ് സ്റ്റിൽ മാനേജ് ടു പോസ്റ്റ് എ കമ്പാറ്റിറ്റീവ് സ്കോർ അപ്രോച്ചിങ് 175. ഒരു ഗോൾ കൂടെ ബാക്കിയുണ്ട്. 19.5 ഓവർ ആയിട്ടുള്ളൂ. അവസാന ഓവറിലെ ഈ പന്ത് വളരെ നിർണായകമാണ്. ദിസ് സിംഗിൾ ഡെലിവറി വിൽ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ ഫൈനൽ സ്കോർ. 175 റൺസ് മികച്ച ഒരു ടാർഗറ്റാണ്. എങ്കിലും ഇന്ത്യ അവസാന പന്തിൽ പരമാവധി റൺസ് നേടാൻ ശ്രമിക്കും. അവസാന പന്തും റൺഔട്ടായിരിക്കുന്നു. അവസാന പന്ത് വരുന്നത് ശിവം ദുബെയുടെ റൺഔട്ട് ഈ ഇന്നിംഗ്സിന് ഒരു അനാവശ്യ ക്ലൈമാക്സ് ആയി. ഹവെവർ ദി അഗ്രസീവ് ബാറ്റിംഗ് ടുവേർഡ്സ് ദി എൻഡ് ഹാസ് സെറ്റ് എ ചാലഞ്ചിങ് ടാർഗറ്റ്. അവസാന പന്ത് വരാനിരിക്കെ ഇന്ത്യ മികച്ച നിലയിലാണ്. അടുത്ത പന്ത് ഉയർത്തിയടിച്ചിരിക്കുന്നു. ബോൾ ഹവയിലാണ്. Akshar Patel is the new batsman and this final delivery will determine India's exact total. Over complete ആയി 175 7 വിക്കറ്റ് നഷ്ടത്തിൽ ക്യാച്ച് ഔട്ട്. ഒരു വിന്നിംഗ് സ്കോറാണോ? എന്താണ് നിങ്ങൾ കരുതുന്നത് സുഹൃത്തുക്കളെ? ബ്രേക്ക് എടുത്തിട്ട് വരുന്നതായിരിക്കും തിരിച്ച് സ്ക്രീനിന് കുറച്ച് പ്രശ്നമുണ്ടാവും. ശരിയാക്കാൻ കണക്ടിവിറ്റി. പക്ഷേ കളി സ്പിൻ ബോളിംഗ് അനുകൂലിക്കുന്ന പിച്ചാണ്. പാകിസ്ഥാൻ ബോളർമാർ ബോൾ നന്നായി ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായിരിക്കും. പ്രവചനാതീതമാണ്. വരാൻ കഴിയുമോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം. പക്ഷേ
കാത്തിരുന്ന് കാണാം. തുടക്കം കിട്ടിയില്ലെങ്കിൽ സ്പിന്നർമാരെ കൺട്രോൾ ചെയ്യാൻ പക്ഷേ തുടക്കം ഫാസ്റ്റ് ബോളേഴ്സിനെ അടിച്ച് പരത്തി കഴിഞ്ഞാൽ പിന്നെ കളി കൈവിട്ടു. 175, definitely a competitive score by India in this crucial encounter. 20 ഓവറിൽ ഈ ടോട്ടൽ പിന്തുടരുക എന്നത് പാകിസ്ഥാൻ അത്ര എളുപ്പമാകില്ല. The pressure will be immense when they start their chase. സത്യമാണ്, ആ വിക്കറ്റുകൾ കളിയുടെ ഗതി മാറ്റിമറിച്ചു. That was a critical phase. Those timely wickets restricted India from really capitalizing in the death overs. നമുക്ക് ബൗളിംഗിൽ സ്പിന്നർമാരായിട്ട് വരുൺ ചക്രവർത്തി, കുൽദീപ് ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്. 3 സ്പിന്നർമാരുണ്ട്. പിന്നെ അഭിഷേക് ശർമ്മയും സ്പിന്നർ. എക്സാക്ട്ലി. ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആണ്. അക്ഷർ പട്ടേൽ ആൻഡ് കുൽദീപ് യാദവ് വിൽ ബി ആബ്സല്യൂട്ട്ലി കീ ഓൺ ദ സർഫേസ്, എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഓവേഴ്സ്. സുഹൃത്തുക്കളെ, ഇന്നിംഗ്സ് ബ്രേക്ക് കഴിഞ്ഞ് കാണാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്. A fantastic innings break then. India has set a challenging total. ഇത് പാകിസ്ഥാന്റെ ചേസിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കും. Stay tuned for the second innings.